ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാക്കയുടെ ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് 15 മോഡൽ ഡ്രസ്സുകളാണ് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ റേറ്റൊക്കെ വന്നിട്ട് ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെറ്റീരിയലിലും ലൈനിങ് വെച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ എന്തായാലും 1000-ന് താഴെയാണ് എല്ലാം തന്നെ വരുന്നത്. മെറ്റീരിയലിനും പിന്നെ പാറ്റേൺസിനും ഒക്കെ അനുസരിച്ച് ലൈനിങ് അല്ല കസ്റ്റമൈസേഷൻ ഇതിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ റേറ്റ് ഇടുന്നതാണ് അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ടോപ്പിന്ന് തുടങ്ങാം കേട്ടോ. ഞാനിങ്ങനെ ഇത് കൂട്ടിയിട്ടേക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ 2-3 ടേക്ക് ഇപ്പം തന്നെ എടുത്ത്, പിന്നെ എനിക്ക് മടക്കി വെച്ചിട്ട് എടുത്തെടുത്ത് കാണിക്കാൻ വയ്യ. സോ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാറ്റേൺ. ഇതാ പെപ്ലം ടോപ്പാണ് കൂടുതൽ വന്നേക്കുന്നത്. ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് എന്താ ലാസ്റ്റിക് കൊടുത്തേക്കുവാണ്. ബാക്കിൽ ഇതാ ഇതേപോലെ ടൈയാണ് വന്നേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ. വീനെക്കാണ് കേട്ടോ. ചെറിയൊരു ആലിയ കട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ഇത് നമുക്ക് ഡ്രസ്സായിട്ടും സ്റ്റൈൽ ചെയ്യാം, ടോപ്പായിട്ടും ജീൻ ടോപ്പായിട്ടും സ്റ്റൈൽ ചെയ്യാം. സ്റ്റാപ്പായിട്ട് വന്നിട്ട് ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ടോപ്പാണ്, നല്ലൊരു വെറൈറ്റി കളറാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഈ പ്രിന്റ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ. പിന്നെ വന്നിട്ട് ഇതായൊരു ക്രോപ്പ് ടോപ്പ്. നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണമെങ്കിൽ ജീൻ ടോപ്പായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ ബട്ടണൊക്കെ ഉണ്ട്, ഓപ്പണാണ്, ഫ്രണ്ട് ഓപ്പണാണിത്. അടിപൊളിയാണ്, ബ്ലാക്ക് ഫ്ലോർ. പിന്നെ വന്നിട്ട് ഇതാ ഓഫ് വൈറ്റ് ഷെയ്ഡാണ്, പ്ലീറ്റഡ് ആണ്, സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്യൂട്ട് ടോപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. പിന്നെ എല്ലാം തന്നെ ഞാൻ റീലായിട്ട് ഇടുന്നുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുകളിൽ 2 സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മേടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഷർട്ട്. ഇതൊരു ക്രോപ്പ് ഷർട്ടാണ്. കോളർ അത്യാവശ്യം വലുതാണ്, ക്യൂട്ടായിരിക്കും. അപ്പം നല്ലൊരു കളറാണ്. ബ്ലൂ ജീൻ്റെ കൂടെയൊക്കെ ഇട്ട അടിപൊളിയാണ്. ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആലിയ കട്ട് ടോപ്പാണ്, ഹാഫ് സ്ലീവാണ് വരുന്നത്. ഈ നെക്ക് വന്നിട്ട് ആലിയ കട്ട് ഫ്രിൽസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് വേറെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പാറ്റേൺ ആണ്. നല്ല കളറാണ്. അത് മാത്രമല്ല ഞാൻ മെയിനായിട്ട് പറഞ്ഞ പാറ്റേൺ ഇത് ആലിയ കട്ട് വന്നിട്ട് ഞാൻ ഇട്ടേക്കുന്ന ഒരു മോഡൽ പോലെ തന്നെ വീനെക്ക് വന്നിട്ട് ആലിയ കട്ട് സ്ലീവ്ലെസ്. നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിന്, ലെങ്ത് ഉള്ള നല്ല കളറാണ് കേട്ടോ. ഇത് അത്യാവശ്യം എല്ലാവർക്കും ചേരും. പിന്നെ വന്നിട്ട് ഒരു ഷോർട്ട് കുർത്തിയാണ്. കുർത്തി എന്ന് പറയുമ്പോൾ ഇതായി ഒരു പാറ്റേൺ. നെക്ക് വന്നിട്ട് ഇതായത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന നെക്കായത് കേട്ടോ. ആലില എന്നൊക്കെ പറയുന്നത് അതാന്ന് തോന്നുന്നു. സ്ലീവ്ലെസ്സാണ് വരുന്നത്. ഭയങ്കര രസമായിരിക്കും ഇതിട്ടാൽ. പിന്നെ വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് പോലെ പെപ്ലം ടോപ്പ് തന്നെ, ചെറുത്, ലെങ്ത് കുറവായിരിക്കും ഇതിന്. ബട്ടർഫ്ലൈ സ്ലീവൊക്കെ തന്നെ വരുന്നു. ഇതൊക്കെ ഇട്ടാൽ നമ്മൾ ശരിക്കും ക്യൂട്ടായിട്ട് തോന്നും ഗീസ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ പോകണത് ഇങ്ങനത്തെ ടൈപ്പാട്ടോ. ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു ക്രോപ്പ് ടോപ്പ്, പ്ലെയിൻ ക്രോപ്പ് ടോപ്പ്. യൂനെക്കാണ് വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും. സ്ലീവ്ലെസ് വന്നിട്ട് ഇത് സാരി ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, ജീൻ ടോപ്പായിട്ട് യൂസ് ചെയ്യാം രണ്ടായി. പിന്നെ വന്നിട്ട് പ്ലെയിൻ കോട്ടൺ പെപ്ലം ടോപ്പ്. 2 ലെയറാണ് ഇത് വരുന്നത് കേട്ടോ.
ബോട്ട് നെക്കാണ് വന്നേക്കുന്നത്. ബാക്കിൽ നമ്മൾ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ട് ഒരു ഹോളാണ് ഇട്ടേക്കുന്നത്. സ്ലീവ്ലെസ് ആണ്. ഇതേപോലെ ഇച്ചിരി കയറിയാണ് നിൽക്കുന്നത് സ്ലീവ് കേട്ടോ. നൈസാണ്, ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വന്നിട്ട് പ്ലെയിൻ തന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ടോപ്പ്. ഇതിന് വന്നിട്ട് ബാക്കിൽ നമുക്ക് ബോയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേറെ ഒന്നും ഞാൻ ടൈ കൊടുത്തിട്ടില്ല, ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ തന്നെ ആലിയ കട്ടിൻ്റെ ഏറ്റവും ചെറുത് ക്യൂട്ട് സ്ലീവ് വന്നിട്ട് ബട്ടർഫ്ലൈ സ്ലീവ്. ലെങ്ത് വന്നിട്ട് ഇത് 20 ഇഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ആലിയ കട്ടിൻ്റെ തന്നെ ഫുൾ സ്ലീവ്, നല്ല റെഡ് കളർ ഫുൾ സ്ലീവാണ് വരുന്നത്. എലാസ്റ്റിക്കോ പഫോ ഒന്നുമില്ല, പ്ലെയിൻ ഫുൾ സ്ലീവ് ടോപ്പ്. വി നെക്കാണ് വരുന്നത്. അടിപൊളി കളറാണ്. പിന്നെ വന്നിട്ട് പെപ്ലം ടോപ്പ് തന്നെ സ്ക്വയർ നെക്ക്. ബാക്ക് ഫ്രണ്ട് സ്ക്വയറാണ്. ബട്ടർഫ്ലൈ സ്ലീവ് ആണ് വരുന്നത്. പിന്നെ പ്ലീറ്റഡ് ആണ്. ആലിയ കട്ടല്ല, സ്ട്രെയിറ്റ് കട്ടാണ് വരുന്നത്. പിന്നെ വന്നിട്ട് വെസ്റ്റ് കോട്ടാണ്. വെസ്റ്റ് കോട്ട് ബട്ടൺ നെക്ക് കൊടുത്തിട്ടുണ്ട്. വി നെക്കാണ് വരുന്നത്. സ്ലീവ്ലെസ് കോട്ട് പോലെ ഇരിക്കും. ജീൻസിൻ്റെ കൂടെ ഇട്ടാൽ, ജീൻസിൻ്റെ കൂടെ പാൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. ഓഫീസ് വെയർ ആയിട്ട് ഇതെല്ലാം സൂപ്പറാണ്. കോളേജ് വെയർ ആയിട്ടും അടിപൊളിയാണ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്സാണ് ഇതൊക്കെ. പിന്നെ വന്നിട്ട് വേറൊരു എൻ്റെ ഫേവറേറ്റ് ആണ്. സിപ്പ് ഓപ്പൺ ആക്കി തരും. ഇതാ കോർസെറ്റ്. ഇതിൽ ഫ്രണ്ട് വന്നിട്ട് ബാക്കിനേക്കാളും ഇറങ്ങി യു പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇത് കൈൻഡ് ഓഫ് യൂനെക്കാണ്. വി സ്ക്വയറും അല്ല യു അല്ലാത്തൊരു യൂനെക്ക് തന്നെ. പിന്നെ ബാഗിൽ സിബാണ് കൊടുത്തിരിക്കുന്നത്. ബാഗിൽ സിബ് എന്ന് പറയുന്നത് താഴത്തു നിന്ന് പൊക്കത്തോട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കേണ്ടത്. കണ്ടോ? ഇതാകുമ്പോൾ ഇടാൻ ഭയങ്കര സുഖമായിരിക്കും. ഇത്രയാണ് എൻ്റെ ടോപ്പ് കളക്ഷൻസ്. നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ബൈ. പിന്നെ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ടൈം ഞാൻ ഇതേപോലത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും ഷൂട്ട് ചെയ്യാമല്ലോ.